യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കി രംഗത്ത് വന്നു. ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ അബിൻ വർക്കി തയ്യാറായേക്കില്ല. കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെടും എന്നാണ് അബിൻ വർക്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തിക്കുമെന്നായിരുന്നു അബിൻ വർക്കി ഒരു വൈകാരിക പ്രതികരണം. ആ പ്രതികരണം ആദ്യം കേൾക്കാം, അതിനുശേഷം നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത്. ഞാൻ ഏറ്റവും അടിയുറച്ച, ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത്. ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും, എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തെ തുറന്നെതിർത്ത് ഐ ഗ്രൂപ്പ് രംഗത്തുണ്ട്. ദേശീയ നേതൃത്വം വിശദീകരണം നൽകണം എന്നാണ് ഹൈബി എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പാറ്റേൺ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് വിശദീകരിക്കണം എന്നാണ് ഹൈബി ആവശ്യപ്പെടുന്നത്. യൂഷ്വലി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡന്റും രണ്ടാമത് വരുന്ന ആൾ വൈസ് പ്രസിഡന്റും ആവുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ കമ്മിറ്റി അതിൽ വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അതേസമയം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന അബിൻ വർക്കിയുടെ ആവശ്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തള്ളി. കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഇപ്പൊ KC വേണുഗോപാൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകുണ്ട്. ശരി, ഇതിൽ ഹൈബി പ്രതികരണം, അതിന്റെ വിശദാംശങ്ങളുമായി റാഫി കരീം നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഈ യൂത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിലെ AI വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും പോരുമൊക്കെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കൂട്ടുപിണഞ്ഞ് കിടക്കുന്നു? അതിന്റെ വിശദാംശങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സലീം, ഇത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി തട്ടിച്ചു നോക്കി വേണമല്ലോ യൂത്ത് കോൺഗ്രസിൽ ഇപ്പോഴത്തെ കാര്യങ്ങളെ കാണാൻ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അബിൻ വർക്കിയുടെ പ്രതികരണം, വളരെ വൈകാരികമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് തന്നെ ഈ ദേശീയ പദവിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നൊക്കെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടാണ്. നമുക്കറിയാം അതിൽ പ്രതിഷേധമില്ല എന്നൊക്കെ അബിൻ വർക്കി പറയുമ്പോഴും വൈകാരികമായുള്ള ഒരു പ്രതികരണമാണ്. യഥാർത്ഥത്തിൽ നേതാക്കളും ഇപ്പോൾ ഇതിൽ പക്ഷം പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഹൈബി ഇതിലെ പാറ്റേൺ എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന് ദേശീയ നേതൃത്വം വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിലെ നേതൃ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? കോൺഗ്രസിൽ ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോര്, അതിന്റെ ഒരു ശക്തമായ പ്രതിഫലനമല്ലേ നമ്മൾ കണ്ടത്? GK സംസ്ഥാന യൂത്ത് കോൺഗ്രസിലെ പുതിയ ഭാരവാഹി നിയമനത്തിന് പിന്നാലെ അത് യൂത്ത് കോൺഗ്രസിനും അപ്പുറത്തേക്ക് കോൺഗ്രസിലേക്ക് തന്നെ ഒരു പുതിയ ഗ്രൂപ്പ് പോരിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ ഗ്രൂപ്പ് പോരിലേക്ക് കടന്നു എന്ന് മാത്രമല്ല, പരമ്പരാഗതമായി കോൺഗ്രസിലുണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. KC വേണുഗോപാൽ ഗ്രൂപ്പ് കോൺഗ്രസിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും പിടിച്ചടക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുടെ AI ഗ്രൂപ്പുകളുടെ പരാതി. ഒരർത്ഥത്തിൽ പരിശോധിച്ചാൽ അത് സത്യവുമാണ്. നേരത്തെ KSU സംസ്ഥാന അധ്യക്ഷനായി അലോഷ്യസ് സേവ്യർ വന്നത് A ഗ്രൂപ്പുകാരനായിട്ടായിരുന്നു. പക്ഷേ പിന്നാലെ ഇപ്പോൾ അലോഷ്യസ് സേവ്യർ KC വേണുഗോപാൽ പക്ഷക്കാരനാണ്. മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ജെബി മേത്രം KC വേണുഗോപാൽ പക്ഷക്കാരിയാണ്. അതിനോടൊപ്പമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ മുൻപ് എങ്ങും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൽ കേട്ടുകേൾവിയില്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയും ഉണ്ടാവുകയും അതിന് പിന്നാലെ 2 സ്ഥാനത്തേക്കും KC വേണുഗോപാൽ പക്ഷക്കാർ എത്തുകയും ചെയ്യുന്നത്. അതോടുകൂടി KC വേണുഗോപാൽ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നിലവിലെ ഗ്രൂപ്പുകാർക്കും വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. കേരളത്തിൽ താൻ സജീവമാകാൻ പോകുന്നു എന്നുള്ള സൂചന KC വേണുഗോപാൽ നൽകുന്നു. വലിയ എതിർപ്പ് ഈ ഗ്രൂപ്പുകൾക്ക് നിലവിൽ തന്നെയുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഏറ്റവും മിതമായ ഭാഷയിൽ അബിൻ വർക്കി പാർട്ടിയെ തള്ളിപ്പറയാതെ തന്റെ എതിർപ്പ് പറയുക എന്നുള്ള നയമാണ് ഇന്ന് സ്വീകരിച്ചത്. കുറച്ചുകൂടി ഗൗരവമായ, കുറച്ചുകൂടി അമർഷത്തിലായിരുന്നു അദ്ദേഹം ആദ്യം പ്രതികരിക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് ഐ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് പ്രതിഷേധം വ്യക്തമാകുന്ന നിലയിൽ എന്നാൽ ഒരു പരിധി വിടാതെയുള്ള പ്രതികരണം നടത്താൻ പറഞ്ഞത്. അതിന്റെ ഭാഗമായാണ് അബിൻ വർക്കി ആ വൈകാരികമായ പ്രതികരണവും നടത്തിയത്. സ്വാഭാവികമായും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അത്
പരസ്യപ്രതികരണത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ ഇതിനോടകം തന്നെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. കെ സി വേണുഗോപാലിനെതിരെ എ ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട്. കെ എം അഭിജിത്തിന്റെ പ്രതികരണവും അത് തന്നെയായിരുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അത് പാർട്ടി നേതൃത്വത്തിനുള്ളിൽ പാർട്ടിക്കുള്ളിൽ പറയുമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അങ്ങനെ കെ എം അഭിജിത്തിന്റെ പരാതി എ ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്ത് ഹൈക്കമാൻഡിന് മുൻപിലേക്ക് എത്തിക്കും. നിലവിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം പിന്നീട് എ ഗ്രൂപ്പിനൊരു നാഥനില്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അപ്പോഴും സംസ്ഥാനത്ത് ഏറ്റവും അധികം സംഘടനാ ശക്തിയുള്ള, താഴെത്തട്ടിൽ സംഘടനാ ശക്തിയുള്ള സംവിധാനം ഇപ്പോഴും എ ഗ്രൂപ്പിൻ്റെതാണ് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഒപ്പം രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പും ഇപ്പോൾ ദുർബലമായ സ്ഥിതിയാണ്. അങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പുകളും ദുർബലമാവാനുള്ള പ്രധാന കാരണവും കെ സി വേണുഗോപാലിന്റെ ഇടപെടലാണ് എന്നുള്ളതാണ് നിലവിലെ പരാതി. കാരണം പല ഘട്ടങ്ങളിലും ഈ രണ്ട് ഗ്രൂപ്പുകൾക്കൊപ്പം നിന്ന് അവരുടെ തന്നെ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളികളായിരുന്ന നേതാക്കളെ തന്നെയാണ് കെ സി വേണുഗോപാൽ ആദ്യം പിക്ക് ചെയ്തത്. എന്നിട്ട് സ്വന്തം പക്ഷത്തേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തന്നെ കാര്യമായ മാറ്റം വരുന്നു എന്നുള്ളതാണ്. കാരണം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി എ ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും അധ്യക്ഷ സ്ഥാനം. അത് ഷാഫി പറമ്പിൽ മുതൽ ഇങ്ങോട്ട് ആ നിലയിലായിരുന്നു പോയിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള സമവാക്യങ്ങൾ പൂർണ്ണമായും മാറുന്നതാണ് കെ എസ് യുവിൽ കണ്ടത്. പിന്നാലെ തന്നെ പി സി വിഷ്ണുനാഥും ഡീൻ കുര്യാക്കോസും ഷാഫി പറമ്പിലും ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലും വരെ പൂർണ്ണസമയ എ ഗ്രൂപ്പുകാരായിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരും കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സജീവമാകാനുള്ള കെ സി വേണുഗോപാലിന്റെ നീക്കം കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് വർഷം അടുത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ പണിയെടുക്കുന്ന നേതാക്കൾ ഇവിടെയുണ്ട്. അതിനിടയിലാണ് ദേശീയ നേതൃത്വത്തിൽ നിന്നും കെ സി വേണുഗോപാൽ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളൊരു അമർഷമുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ, വർക്കിംഗ് പ്രസിഡന്റ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള തർക്കം, അത്തരത്തിലുള്ള പ്രതിഷേധം മറനീക്കി കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇനിയും ഈ നിലയിലുള്ള വാർത്താ സമ്മേളനങ്ങളിൽ ചില മുനവച്ച ഉത്തരങ്ങളും പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയേക്കാം എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നിർണായകവുമാകുന്നത് ഈ സന്ദർഭത്തിലാണ്. ജി കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.